ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഞാൻ പറയുന്നത് വ്യാഴാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നല്ല ദിവസമായിരുന്നു. നേരം വെളുത്ത് വൈകുന്നേരം ഇത് അറിഞ്ഞില്ല. പിന്നെ പതിവ് പോലെ മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറയാറില്ല, ഉച്ചയ്ക്ക് കിടന്നിട്ട് എണീറ്റത് വൈകുന്നേരമാണ്. ആ പറഞ്ഞ പോലെ ഇന്നും പറ്റി അങ്ങനെ ഒരു അമളി കേട്ടോ. അപ്പം അങ്ങനെ രാവിലെ ഇന്ന് പതിവ് പോലെ സാധാരണ സമയത്ത് തന്നെ എണീറ്റു. അപ്പോൾ ഡിംപിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കണ്ട, ഞാൻ പതുക്കെ എണീറ്റോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കുറേ നേരമൊന്നും കിടന്നുറങ്ങാൻ പറ്റിയില്ല. പാച്ചൂട്ടൻ നേരത്തോടെ എണീറ്റു. ഇന്ന് തോമും അതെ കേട്ടോ, നേരത്തെ എണീറ്റു. തോമു നേരത്തെ എണീറ്റ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം, അപ്പയ്ക്ക് എന്തായാലും പുറത്ത് പോണോട് കൂടിയിട്ട് തോമുവിനെ പ്ലേ സ്കൂളിലാക്കാം എന്നുള്ള ധാരണയിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വേണ്ട, അപ്പ കൊണ്ടക്കോളാം. ഡോണിന് ഇന്നലെ കൊണ്ടാക്കിയിട്ട് സങ്കടമായിരുന്നു, എന്നാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ പാച്ചും തോമും കൂടിയിട്ട് കളി തുടങ്ങി. ചാക്കോച്ചന് ഒറ്റയ്ക്ക് കിട്ടണില്ല പാച്ചുവിൻ്റെ തോമുള്ള കാരണം. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ടാവാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കോമഡിയാണ് കേട്ടോ. കാരണം പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പഴം നെയ്യിട്ടിട്ട് ഡോണിന് കൊടുത്തു. അതിൻ്റെ കൂടെ നൂഡിൽസ് തോമുവിനും ഡോണിനും കൂടിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കി. അപ്പോൾ തോമു തിന്നില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഡിംപിളിന് അത് മതി എന്ന് പറഞ്ഞിട്ട് ഡിംപിൾ ആ നൂഡിൽസ് ബാക്കി കഴിച്ചു. ഡാഡിക്ക് ഇന്നലെ ചപ്പാത്തിയിൽ ബാക്കി ഉണ്ടായിരുന്നത് ഞങ്ങൾ പൂരി ഉണ്ടാക്കിയിട്ട് ഞാനും ഡാഡിയും കൂടിയിട്ട് അത് കഴിച്ചു. അപ്പോൾ ഞാൻ വെറുതെ 2 എടുത്ത് കഴിച്ചോളൂ, ബാക്കി ഡാഡി കഴിച്ചു കേട്ടോ. പിന്നെ ഡിവൈൻ കോൺഫ്ലേക്സ് കഴിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ ബ്രെഡും ബട്ടറും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയായിരുന്നു. അതായത് എല്ലാത്തിലും കുറേശ്ശെ ബാക്കി ഉണ്ടായിരുന്നു. ബ്രെഡ് 2 പീസ്, ചപ്പാത്തി 2 അപ്പോൾ ആ 2 പൂരിയാക്കി, പിന്നെ നൂഡിൽസ്, അങ്ങനെ ആയിട്ട് ഞാൻ പറയാറില്ലേ നിങ്ങളോട് ഇടയ്ക്ക്, അങ്ങനെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഫ്രിഡ്ജ് വൃത്തിയാക്കിയ അങ്ങനെ ആവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം ബാക്കി വന്ന് കളയാമെന്ന് പറഞ്ഞാൽ അത് നല്ലതല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇവർ ഡിംപിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പേര് പറയണ പോലെ വന്നു കഴിഞ്ഞാലാണ് ഒരു ബഹളം, അല്ലെങ്കിൽ ഭയങ്കര സൈലൻ്റാണ് നമ്മുടെ വീട്. അപ്പോൾ ഡിംപിൾ വന്നു കഴിഞ്ഞാൽ പാച്ചുവിൻ്റെ ബഹളവും ഡിംപിളുടെ കലപിലയും ഒക്കെ കൂടി അവളിവിടെ വരുമ്പോഴാണ് ശരിക്കും ഉറക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. നമ്മളെപ്പോഴും വേറൊരു വീട്ടിലാകുമ്പോൾ അതിൻ്റേതായ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ചിലർക്കുണ്ടാവും. ഡിവൈനെ സംബന്ധിച്ച് ഇവിടെ ആയാലും അവിടെ ആയാലും സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിംപിളിനെ സംബന്ധിച്ച് അവിടെ അത്ര വലിയ ബഹളമോ കാര്യങ്ങളോ ഉള്ള ഒരു ഫാമിലിയല്ല. ഓരോ വീടിനും ഓരോ രീതികളുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ അവൾ വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കളിയാക്കും, ഡിവൈൻ കളിയാക്കും. ഇവിടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പാണ്. മുമ്പ് ഒന്നും മിണ്ടാത്ത ഡിംപിളാണ്, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര വർത്താനമാണ് കേട്ടോ. അവിടെ പാച്ചുവിനോട് മാത്രമല്ലേ, എന്നാലും ഒരു പരിധിയില്ലേ പാച്ചുവിനോട് സംസാരിക്കുന്നതിന്. അപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങൾ അവളെ ഇപ്പോൾ കളിയാക്കി തുടങ്ങി. അങ്ങനെ നമ്മുടെ ചാക്കോച്ചനെ ഡിംപിൾ ശരിക്കും ഇപ്പോഴാണ് ഒന്ന് എടുക്കുകയും നോക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയം കേട്ടോ. അങ്ങനെ നമ്മുടെ തോമുട്ടൻ പ്ലേ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഞങ്ങൾ കളിയാക്കായിരുന്നു അപ്പയാണ് സ്കൂളിൽ പോണേന്ന്. അപ്പയുടെ പുറത്ത് ബാഗൊക്കെ ഇട്ട് മോനെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ അപ്പ എന്ന് വിളിച്ചു എന്ന് കരഞ്ഞു. പക്ഷേ ഡോൺ തിരിഞ്ഞു നോക്കിയില്ല. അവന് തിരിഞ്ഞു നോക്കാൻ സങ്കടമാവും കരയണത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊണ്ടുവിട്ടിട്ടുള്ളത്. അപ്പം ഇപ്പോൾ തോമുവിനെ കൊണ്ടുവിടണ പോലെ ഡോണിൻ്റെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണകുളങ്ങരയിൽ കോൺവെൻറ്റിലാണ് ഡോണിനെ എൻ്റെ അമ്മച്ചി കൊണ്ടുവന്നാക്കിയിരുന്നത്. ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഡയോൺ എപ്പോഴും എൻ്റെ അടുത്തും ഡോൺ എപ്പോഴും അമ്മച്ചിയുടെയും ഡാലിയുടെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഡോൺ അവിടുത്തെ ശാന്തിനികേതൻ കോൺവെൻറ്റിലാണ് ഡോണിൻ്റെ ഈ പ്ലേ സ്കൂളിൻ്റെ സമയം അവൻ പോയിട്ടുള്ളത്. കുറച്ച് ദിവസമുള്ള യൂണിഫോമൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ ദിവസവും തോമുനിയും കൊണ്ട് പ്ലേ സ്കൂളിലേക്ക് അപ്പാപ്പൻ അല്ലെങ്കിൽ ഡോൺ ഇറങ്ങുമ്പോൾ ഞാൻ അപ്പോൾ ഓർക്കുക അമ്മച്ചി ഡോണിനെയും കൊണ്ട് പോണതാണ്. അന്ന് ഡോൺ ഇവിടെയും ഞാൻ പാവർട്ടിയിൽ, അപ്പം എൻ്റെ കയ്യിൽ ഡയോണാവും ഉണ്ടാവുക. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മാമ്മ അവിടെ അക്കിയുടെ മോനായിട്ടായിരുന്നു ഡോൺ പ്ലേ സ്കൂളിലും. പിന്നെ ലാസ്റ്റൊക്കെ അവൻ അക്കിയുടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറേ ടോമു എന്ന് പറഞ്ഞിട്ട് പാച്ച് കുറേ ഇടവുമല്ലൊക്കെ നടന്നു. അവിടേക്ക് വിടാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം പാച്ചുവിന് ബബിൾസിലേക്ക് ചേർത്തിയാൽ അവൻ പനക്കലിലേക്ക് പോണതല്ലേ. അപ്പം അതുകൊണ്ട് അവന് പറ്റില്ല. പിന്നെ അവന് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ അവന്. അപ്പം ഈ ആഴ്ച അവിടെ
ഒഴിവുണ്ടാവോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. പക്ഷേ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ അപ്പാപ്പൻ്റെ ഇപ്പം ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനിരുന്നപ്പോൾ അവനും അപ്പാപ്പൻ എൻ്റെ താഴ്ത്തിരുന്നിട്ട് കളിക്കണം കേട്ടോ. അപ്പം ഞാനൊരു കിണ്ണമൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതാണ്, എന്തിനെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന കിണ്ണങ്ങളാണ് കേട്ടോ. പണ്ടത്തെ എനിക്ക് തോന്നുന്നു ഒരു 2ാമത്തെ തലമുറ കഴിഞ്ഞിട്ടുള്ള കിണ്ണാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒച്ചയൊക്കെ കേട്ടപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടം, അതൊക്കെ ഒന്ന് കൊട്ടി കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു, ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ ഞാനിവർക്ക് കളിക്കാനും ഇതൊന്നും കൊടുക്കാണ്ട് ഇതൊക്കെ എടുത്ത് വെച്ച് നിന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊരു മനസ്താപം വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ തിന്നണ കിണ്ണല്ല കേട്ടോ, കളിക്കാൻ കൊടുക്കുന്ന കിണ്ണല്ല, കളിക്കാനായിട്ട് കൊടുത്താൽ എടുത്തപ്പോൾ പിന്നെ ഞാനത് വാങ്ങി വെച്ചില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതുമൊക്കെ കുട്ടി കുറച്ച് അതുകൊണ്ടൊക്കെ കളിച്ച് അവനെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പുതിയ സാധനം കിട്ടിയാൽ കുറച്ച് നേരം അതും ഇരുന്ന് കളിക്കും. അപ്പോൾ ടീച്ചിങ് ഇതിൽ പറയുന്നതും എന്താണെന്ന് വെച്ചാൽ അവരെന്താണോ എടുത്ത് കളിക്കുന്നത് അതെടുത്ത് അവർ കുറച്ച് സമയം കളിക്കണം. നമ്മൾ എന്ത് സാധനം എടുക്കുമ്പോഴും പറ്റില്ല എന്നിട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുതിയൊരു സാധനത്തിനോടുള്ള ഇഷ്ടം കുറയുന്നതാണ് പറയണേ. അപ്പോൾ അവർ എന്താണോ ചെയ്യണത് അത് ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. എന്ന് വെച്ച് നമ്മൾ എല്ലാതും നശിപ്പിക്കാൻ കൊടുക്കുക എന്നുള്ളത് അർത്ഥമില്ല കേട്ടോ. ഇത് പണ്ടത്തെ കിണ്ണാണ്, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ അങ്ങനെ അപ്പാപ്പനും മോനും കൂടിയിട്ടുള്ള അങ്കാണ് കേട്ടോ. അവൻ്റെ വളയിൽ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്ന വള പോയി. അപ്പോൾ അത് പൊട്ടിയ കാരണം കയ്യുമ്മ ഇങ്ങനെ കൂറോന്ന് പേടിച്ചിട്ട് എപ്പോഴും അപ്പാപ്പൻ്റെ കണ്ണ് മുഴുവൻ അവൻ്റെ വളയമ്മയാണ്. അപ്പോൾ അവൻ്റെ കിണ്ണം കമത്തിയിട്ടിട്ട് 1 2 3 ചാടണു. ആദ്യത്തെ ചാട്ടത്തിൽ വീണു, കാരണം കിണ്ണം സ്ലിപ്പായി. പക്ഷെ അവൻ വിട്ടില്ല കേട്ടോ. ചില കുട്ടികൾ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് വിളിക്ക് നിൽക്കില്ല. പക്ഷെ ഇവ അങ്ങനെയല്ല, അത് മാറ്റി വെച്ചിട്ട് വീണ്ടും അതുമ്മ കയറിയിട്ട് വീഴാത്ത രീതിയിൽ ചാടി 2-3 പ്രാവശ്യം ചാടി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ആ കളി മതിയായി. അപ്പോൾ നമുക്ക് ആ കിണ്ണം മാറ്റി വയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളായാലും ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം അവർ ഇന്നിപ്പോൾ ഡിമ്പിളിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ അവർ പറഞ്ഞതും ഇങ്ങനെയാണ്, ടീച്ചർമാരെ കുറിച്ചുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അവരും അതിൽ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികളെ കൂടുതലും സ്നേഹിക്കരുത്, കുറേ പറയുമ്പോൾ നോ പറയുകയും ചെയ്യരുത്. കാരണം അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ സ്നേഹിച്ചാൽ അവർക്ക് റെസ്പെക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ദേഷ്യപ്പെട്ട് നിന്നാൽ അവർക്ക് വൈരാഗ്യ ബുദ്ധി വരുന്നതാണ് പറയണേ. അപ്പം അങ്ങനെ ഈ കിണ്ണം 2-3 കളി കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത് മാറ്റി വെച്ചു. കാരണം ഇനി കൂടുതൽ കളിച്ചാൽ അത് ഞെളങ്ങും. അപ്പോൾ അതിന് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പാപ്പൻ ഉച്ചയിലത്തെ പോസ്റ്റിങ് കാര്യത്തിന് പോയപ്പോൾ പാച്ചു ഗേറ്റ് വരെ പോയതാണ്. പക്ഷെ നല്ല വെയിൽ, അപ്പോൾ കാല് പൊള്ളിയിട്ട് ഓടി വന്നതാണ്. അപ്പോഴാണ് പാച്ചുവിന് സ്വസ്ഥമായിട്ട് ചാക്കോച്ചനെ കളിക്കാൻ കിട്ടിയത്. അപ്പോൾ 2 കൂടിയുള്ള കളിയും ബഹളമാണ് കേട്ടോ. പാച്ചുവിനോട് ചാക്കോച്ചനോട് വർത്താനം പറയൽ, കണ്ണടച്ച് കാണിച്ചു കൊടുക്കൽ, ഉറക്കൽ, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്ക് ഡിവൈൻ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തോമോനെ മാത്രം ശ്രദ്ധിച്ചത്. അതായത് തോമോന് ഇനി എന്ത് തോന്നാവോ ഡിവൈനോട് അല്ലെങ്കിൽ കുട്ടിയോടെന്ന് തോന്നി പാച്ചുവിനെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പിന്നീടാണ് മനസ്സിലായത് അത് ശരിക്ക് ഉണ്ടായത് പാച്ചുവിനായിരുന്നു. ഡിവൈനോട് സംസാരിക്കുകയും നോക്കുകയും ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ അവനോട് കളിയും ചിരിയൊക്കെ. ഇപ്പോൾ തോമും വാവയും ഭയങ്കര ജീവനാട്ടോ പാച്ചുവിനെ. അപ്പം അങ്ങനെ പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് ഇപ്പോൾ 10-12 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. വലിയ മാറ്റമൊന്നുമില്ല ഭക്ഷണം കഴിക്കണ കാര്യത്തിൽ, എന്നാലും പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളൊക്കെ കിടന്ന് ഉറങ്ങി. തോമു വന്നതിന് ശേഷം കിടന്നത് എല്ലാവരും. അതായത് 4:30 മണി നേരത്ത്. അത് കഴിഞ്ഞ് എണീക്കുമ്പോൾ 7 മണിയായി. പക്ഷേ കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ എന്തായിരുന്നു എന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ഡിമ്പിളുടെ വക അയില മറ്റേ പുളിയിട്ട് ഇരുമ്പം പുളി വെച്ച് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ജെസ്സിയുടെ വീട്ടിൽ നിന്ന് ഇരുമ്പം പുളി വാങ്ങിക്കൊണ്ടുവന്നു. അതും അയില വെച്ചു. പിന്നെ എന്നിട്ടായിരുന്നു ഉച്ചയ്ക്ക് മീൻ വറുത്തു, അയില വറുത്തു. അപ്പോൾ ഡോൺ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ എല്ലാത്തിൻ്റെയും കുറേശ്ശെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇന്ന് ഉച്ചയായിട്ട് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇതാണ് നമ്മളുടെ ഞങ്ങൾ ഇരുന്നത്. ഇന്ന് ബ്രേസ്ലെറ്റ്സ് ആയിരുന്നു. അപ്പോൾ കണ്ടമാനം കുട്ടികൾ ബ്രേസ്ലെറ്റ് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ സ്റ്റോക്കുള്ള ബ്രേസ്ലെറ്റ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാനത് ഫോട്ടോ എടുക്കാമായിരുന്നു. എൻ്റെ ഒപ്പം ഇന്ന് ഫുൾ ഡിവൈനാണ് ഇരുന്നത് കേട്ടോ. ഡാഡി ഇത് ഓരോന്ന് ചെയ്യാമായിരുന്നെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഫോട്ടോസൊക്കെ ഡിവൈൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും അതിലിരുന്നു. ഡോൺ കുട്ടികളെ നോക്കാനിരുന്നു. ഡിംപിൾ കിച്ചണിലേക്ക് പോയി. കിച്ചൺ ഇങ്ങനെ രാത്രിയിലേക്കുള്ള ചിക്കനും ഉണ്ടാക്കി. പിന്നെ നാളേക്കുള്ള ഉള്ളി സാമ്പാർ,
പിന്നെ എന്തുട്ടാണ് ചമ്മന്തി ദോശയ്ക്കുള്ളത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ്. ഡിമ്പിളിൻ്റെ പണി ആ പണിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3-4 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അങ്ങോട്ട് തിരിയും. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. 10:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇരിക്കുകയും ചെയ്യും. ഇതൊക്കെ ഡിവൈൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോസും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അവിടെ പോയി സെർച്ച് ചെയ്യുക. ഡ്രീം കളക്ഷൻസ് എന്നാണ് നമ്മളുടെ ഇതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ സജീവമായിട്ടില്ല, അത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് വരണുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തിയും ചിക്കനായിരുന്നു കേട്ടോ. ഊണും കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ഒതുക്കി. അപ്പോൾ ഇവിടെ ഫുള്ള് നമ്മുടെ പാച്ചുകുട്ടൻ വന്നാലുള്ള ഇതെന്താണെന്ന് വെച്ചാൽ ഫുൾ അഴുക്കാവും. ഇവൻ ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തട്ടി മുട്ടിയിട്ടൊക്കെ പോവുക. പിന്നെ 2-3 കുട്ടികളുള്ളതല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഡിവൈൻ രാത്രിയായപ്പോൾ ഫുള്ള് നമ്മുടെ സാനിറ്റൈസർ ഇട്ട് കംപ്ലീറ്റ് തുടച്ചു. ചെയറുകളൊക്കെ അടക്കം തുടച്ചു. അത് കഴിഞ്ഞിട്ട് കാരണം മീൻ വറുത്തതുണ്ടായിരുന്നു ഞങ്ങൾക്കിന്ന്. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയോ എന്നൊരു സംശയം. അപ്പോൾ ഡിമ്പിൾ അടുക്കളയിലത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കഴിച്ചോട് കൂടിയിട്ട് ഞാൻ ഓർണമെൻറ്റ്സിൻ്റെ അവിടെ ഡിവൈൻ അടുക്കളയും ഹാളും ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു. അങ്ങനെ ഫുൾ കിച്ചൺ ക്ലീനായി. ഇനിയിപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സമാധാനത്തിൽ കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ നാളെ വലിച്ചിടണമെങ്കിൽ ഇന്ന് ഒതുക്കണമല്ലോ. കളിയാക്കി പറയണതാണ്. ഞാൻ കുട്ടികളോട് പറയും, ഞങ്ങൾ ഒതുക്കിയിട്ടല്ലേ നിങ്ങൾക്ക് വലിച്ചിടാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഡിവൈൻ മോളിലേക്ക് പോയി. ഡിമ്പിൾ കുളിക്കാൻ പോയി. ഞാനും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ഞാനും ഇരുന്നു. അപ്പോൾ ഫാനിട്ട് വെച്ചിരിക്കുക കേട്ടോ അവിടെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും കാറ്റത്ത് ഉണങ്ങുന്നതാണല്ലോ നല്ലത്. അല്ലെങ്കിൽ എങ്ങനെ വന്നാലും ഒരു പാട് വന്നതോ. അപ്പോൾ ഈ മാറ്റ് ഡിമ്പിൾ പനക്കിലിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. പാച്ചുവിൻ്റെ മാറ്റാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കോച്ചിന് ഇപ്പോൾ കിടന്ന് കമന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴ്ത്ത് കിടത്താനായിട്ട് ധൈര്യമില്ല. അപ്പോൾ ഈ മാറ്റാകുമ്പോൾ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് അറിയാത്തവർക്കുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് അത് മാറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ അപ്പാപ്പനും ഓച്ചും പാച്ചു റൂമിലാണ്. അപ്പോൾ പാച്ചുവിന് തോമുൻ്റെ സൈക്കിൾ കണ്ടപ്പോൾ ഒരു പൂതി. അപ്പോൾ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പിക്കുകയാണ് അപ്പാപ്പൻ കേട്ടോ. അപ്പോൾ പകലൊന്നും പുറത്തേക്കൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ കൂടെ ഇങ്ങനെ പിന്നാലെ നടക്കാമെന്ന് പറഞ്ഞാലും ശരിയാവില്ല. അപ്പാപ്പനെന്ന് വെച്ചാൽ കയ്യിനൊരു വേദനയുണ്ട്. കുറേ നാളായി പറയുന്നു ഇതുവരെ പോകേണ്ട ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യം പറയുമ്പോൾ എനിക്കൊന്നുമില്ല എന്ന് പറയും. പക്ഷേ ചില സമയത്ത് നമ്മളെപ്പോൾ നോക്കുമ്പോൾ ഒരു കൈയ്യുമ്പോൾ താങ്ങിയിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ അതെന്തായാലും ഈ ആഴ്ച തന്നെ ഡോക്ടറെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഓച്ച് വരുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പാപ്പനും ഓച്ചും അവൻ്റെ കളി നോക്കി കണ്ട് ഇരിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാലോ അവൻ്റെ ഓരോ വളർച്ചയും ഞങ്ങൾക്ക് അത്രയും സന്തോഷമാണ്. അപ്പോൾ അവൻ തന്നെ സൈക്കിൾ ഓടിക്കണം. അപ്പോൾ നമ്മൾ തോമു തന്നെ ഓടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ പാച്ചു ചെയ്യുമ്പോൾ പറയണ്ടല്ലോ, അതുപോലെയാണ്. അങ്ങനെ അവൻ്റെ കയറി അവൻ്റെ ഇത് തുടങ്ങി. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം എന്താ പറയുക ഫുൾ സ്വിങ്ങിലാന്ന് പറയില്ലേ. എപ്പോഴും ഈ ചാട്ടവും ബഹളമാണ്. നമ്മൾ പേടിച്ച് നിൽക്കണം. അപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ആർക്കും ഇരിക്കാൻ നേരം കിട്ടില്ല. അവൻ്റെ പിന്നാലെ ഓടുക അല്ലെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് നമ്മളെല്ലാവരും നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. ആ ബെഡ്റൂമിൽ നിന്ന് പതുക്കെ ഈ ബെഡ്റൂമിലേക്ക് വന്നു. ഇവിടെ ഇരുന്നിട്ടായി ബാക്കി വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ ഡിമ്പിളിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോയുള്ളെങ്കിലും 10 ദിവസം ഉണ്ടാവും വിശേഷം പറയാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കല്യാണം ആഘോഷങ്ങളൊക്കെ എല്ലാവരും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ലോണം ലേറ്റായി ഇന്ന് കിടക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് വേഗം വരാം.